അതിൻ്റെ ഉള്ളിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. ദുർഗാദാസൻ. എല്ലാവർക്കും നമസ്കാരം. ചിനക്കത്തൂർ അമ്പലത്തിൽ പൂരത്തിന് വന്നതാണ്. ഇവിടെ ഒരു സ്കൂളിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. ഇവിടെ കുറേ ആനകളൊക്കെ ഉണ്ട്. ഇവിടെ ആനയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പാമ്പാടി രാജൻ, അമ്പാടി മഹാദേവൻ, നാണെഴുത്തി ശങ്കരനാരായണ, വയലാശ്ശേരി അർജുനൻ, ഊട്ടോളി മഹാദേവൻ, തോട്ടേക്കാട് കണ്ണൻ. ഉള്ളിൽ കയറി നോക്കാം. കുറേ ആൾക്കാർ കയറി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അവിടെ ആനകളൊക്കെ ഉണ്ട്. ഞാൻ 1-2 ആനകളെ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വലിയൊരു കാളേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാം. കുറച്ച് ചേച്ചിമാർ തൊപ്പി വിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല, തൊപ്പി വിൽക്കല്ല, കൊടുക്കുന്നുണ്ട്. കാണാം. ഇതാണ് ചിനക്കത്തൂർ അമ്പലത്തിലെ കാള. നല്ല രസമുണ്ടല്ലോ, നല്ലൊരു പ്രത്യേക ഷേപ്പിൽ. നമ്മുടെ നാട്ടിലെ കാള ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ. ഓരോ ദേശത്തും ഓരോ രീതിയിലാണല്ലോ. നമ്മുടെ നാട്ടിലെ കുതിര പോലെയല്ല, കാളയെ പോലെയല്ല. മറ്റേവിടെ അല്ല, അത് കാളയല്ല, കുതിര. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇത് കാളയല്ല, കുതിരയാണ്. പാമ്പാടി രാജൻ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. കുറേ ആൾക്കാരുണ്ട്. കയറി വരുമ്പോൾ തന്നെ 5 ആനകൾ നിൽക്കുന്ന ഒരു ഫ്ലക്സ് ഉണ്ടല്ലോ, അതിൽ പാമ്പാടി രാജനാണ് ഏറ്റവും നടുവിൽ നിൽക്കുന്നത്. പ്രധാന കോലം എടുക്കുന്നതും പാമ്പാടി രാജനാണ്. അപ്പോൾ പാമ്പാടി രാജൻ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആനകൾ അതിൻ്റെ പിന്നിലുണ്ടാവും എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ആനകളതിനൊക്കെ ഒന്ന് കാണാൻ പോവാം. ഞാൻ എൻ്റെ പിന്നിൽ പോയി നോക്കാം, അവിടെ വേറെ ആന ഉണ്ടോയെന്ന് അറിയില്ല. പിന്നിൽ ഇതാ ഒരു ആന നിൽക്കുന്നു. ഇതേതാണ് ഈ ആന? ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ വയലാശ്ശേരി അർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. നാടൻ ആനയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പാവ ആനയാണ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് കാലുകൊണ്ട് തട്ടുന്നൊരു സ്വഭാവമുണ്ട്. അതായത് ആനയുടെ പിൻകാലുകൊണ്ട് ആനയുടെ തൊട്ടപ്പുറത്ത് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ കാലുകൊണ്ട് ഒരൊറ്റ അടി കൊടുക്കും. അപ്പോൾ വയലാശ്ശേരി അർജുനൻ ആനയുടെ പിൻഭാഗത്തേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. ആനയുടെ കാലിന് മേലേക്ക് തൊടാനൊന്നും നിൽക്കണ്ട. നമ്മുടെ മോഴ ഗണേശൻ ആന ഇവിടെ ഉണ്ട്. ഈ നിൽക്കുന്നത് മോഴ ആനയാണ്. അതായത് കടക്കേച്ചാലിൽ ഗണേശൻ എന്ന് പറഞ്ഞ കൊമ്പില്ലാത്ത ആനയാണ്. ഈ 2 കൊമ്പും വെപ്പ് കൊമ്പാണ്. വെപ്പ് കൊമ്പൊക്കെ വെച്ചപ്പോൾ ആനയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഈ ആനേനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഡ്യൂപ്പ്, അപരൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് രാമചന്ദ്രൻ ആനയുടെ ഒരു രൂപസാദൃശ്യം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആനേനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഉയരമുണ്ട്, നല്ല ചെവിയാണ്, നല്ല കണ്ണാണ്, നല്ല മുഖമാണ്, എല്ലാം റെഡിയാണ്. രാജനെ ഒന്നും കൂടി കണ്ടിട്ട് വരാം. വടക്കുറുമ്പക്കാവ് ദുർഗാദാസൻ. ഇത് വേറൊരു ആന അവിടെ നിൽക്കുന്നുണ്ട്. ഇതേതോ നല്ല കൊമ്പുള്ളൊരാന കേട്ടോ. ഇവിടെ 2 ആനകൾ നിൽക്കുന്നുണ്ട്. ഒന്ന് വടക്കുറുമ്പക്കാവ് ദുർഗാദാസൻ, മറ്റാന ഏതാണെന്നറിയില്ല. അത് കാണാൻ അങ്ങോട്ട് പോകുന്ന നല്ല ഭംഗിയുള്ള കൊമ്പൊക്കെ ഉണ്ട്. ശിവൻ. ഇതാണോ കൊടുമൺ ശിവൻ? ഇത് കൊടുമൺ ശിവൻ ആണെന്ന് തോന്നുന്നു, അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ശിവൻ എന്ന് എഴുതിയത് ആ ലോക്കറ്റിൻ്റെ മീതെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കഥന ഇവിടെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പൂര് എഴുന്നള്ളിക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഏകദേശം ഇവിടെ വന്നിട്ടൊരു 2-4-5 ആനകളെയൊക്കെ കണ്ടു. ഇനി ആ ഭാഗത്തും കൂടി പോയി നോക്കാം. ഈ കുതിരയുടെ അടുത്തേക്ക് ഒന്നും കൂടി ഒന്ന് പോവാം. അവിടെ അന്നദാനത്തിനുള്ള തോന്നണം. നല്ലൊരു ക്യൂ കാണുന്നുണ്ട്.
ഇവിടെ വന്നിട്ട് വഴിപാടൊക്കെ ഇടാം കേട്ടോ ഭക്തജനങ്ങൾക്ക്. ഇവിടെ എന്താ തായമ്പൊക്കെ നടക്കുന്നുണ്ട്. തേങ്ങ കുടിക്കാനുള്ള വെള്ളം വാട്ടർ ടാങ്കിൽ. ഇത് ഞാൻ അവിടെ നിന്ന് വേറൊരു കമ്മിറ്റിയുടെ അടുത്തേക്ക് എത്തിയിട്ട് എടുത്തതാണ്. എന്താ കമ്മിറ്റിയുടെ ഒരു മീറ്റിന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇവിടെ 3 ആനകളാണ് നിൽക്കുന്നത്. അതായത് ചെറുപ്പളശ്ശേരി രാജശേഖരൻ, ചെറുപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ, ചെറുപ്പളശ്ശേരി നീലകണ്ഠ, അങ്ങനെ 3 ആനകൾ. നീലകണ്ഠനാണോ മണികണ്ഠനാണോ എന്നറിയില്ല. അപ്പോൾ ഇത് ചെറുപ്പളശ്ശേരി ശ്രീ അയ്യപ്പനാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് വേറെ ഒരു ആന നിൽക്കുന്നത് ചെറുപ്പളശ്ശേരി നീലകണ്ഠൻ, അങ്ങനെ മണികണ്ഠൻ, അങ്ങനെ എന്തോ ഒരു ആന നിൽക്കുന്നുണ്ട്. ഇനി അപ്പുറത്ത് വേറൊരു ആന നിൽക്കുന്നുണ്ട്, ഒളിച്ച് നിൽക്കുന്ന ഒരു ആന. കുറച്ച് ദൂരത്തിലാണ് ആനേനെ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പളശ്ശേരി രാജശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേ കാരണം ഇപ്പോഴും അനന്തപത്മനാഭന് വരാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകളും ആനപ്രേമികളും ചോദിക്കുന്നുണ്ട്, അനന്തപത്മനാഭൻ എന്താണ് വരാത്തത്. അപ്പോൾ ആനയ്ക്ക് കാലിന് ചെറിയൊരു പരിക്കുള്ള കാരണം തോന്നുന്നു, അറിയില്ല. എന്തായാലും സ്റ്റേ ആണെന്നാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്തൊന്നും ആന പരിപാടികളൊന്നും എടുത്തിട്ടില്ല. പിന്നെ വേറെ ഏതോ അടുത്ത ഈ നാട്ടിൽ തന്നെ അടുത്തൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് അറിയില്ല. എന്തായാലും അസുഖങ്ങളൊക്കെ മാറിയിട്ട് ആന പെട്ടെന്ന് തന്നെ വരട്ടെ. ആനനെ കാണാൻ കൊതിയായിട്ടുണ്ട്. കാരണം കുറേ കാലം മുമ്പ് ആനനെ കണ്ടതാ. ഇവിടെ പോർക്കുളം പള്ളി പെരുന്നാളിനാണ്, അല്ലെങ്കിൽ പള്ളി പെരുന്നാളിൻ്റെ ആ സീസണിൽ കണ്ടതാ. പിന്നെ പൂരത്തിൻ്റെ സീസൺ ആകുമ്പോഴേക്കും തോന്നുന്നു ആനയ്ക്ക് കാലിന് വയ്യാണ്ടായത്. എന്തായാലും ആന ഒരു കേടും കൂടാതെ അങ്ങോട്ട് വരട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ തൃക്കടവൂർ ശിവരാജാനയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വയ്യായ്ക മാറി വരട്ടെ. നമ്മുടെ കുന്നോളത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഏക്കത്തോക കിട്ടിയിട്ടുള്ളത് നമ്മുടെ കുന്നോളത്താണ്, ശ്രീരംകുളം പൂരത്തിന്. അതേപോലെ ഇനിയും വലിയ വലിയ പൂരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ.